ഞാനിപ്പോൾ ഉള്ളത് ഇന്തോനേഷ്യയിലെ യോഗ്യകർത്ത എന്ന സ്ഥലത്തുള്ള ഗാജാമാത യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണുള്ളത്. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫിന് റുബയ്യ, അവൾക്ക് സിംബാസ് റിസർച്ച് സ്കൂൾ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിലേക്ക് 2 വീക്സ് പ്രോഗ്രാമിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവൾ ക്ലാസ്സിൽ നേരത്തെ എത്തി. ഞാൻ ഏകദേശം ക്ലാസ് കഴിയാനുള്ള സമയത്താണ് എത്തിയത്. ഇപ്പോൾ 2 ദിവസമായിട്ടുള്ളൂ ഞാൻ എത്തിയിട്ട്. ഇന്നലത്തോടുകൂടി ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിനെ കുറിച്ചും ഇതിൻ്റെ സിംബ റിസർച്ച് പ്രോഗ്രാമിനെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ അവളുടെ അടുത്ത് റുബൈൻ്റെ അടുത്ത് നേരിട്ട് ചോദിക്കാം. അപ്പോൾ നമുക്ക് അവളെ വെൽക്കം ചെയ്യാം. ആദ്യമായിട്ട് നാടൻ വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു ആഴ്ചത്തെ പ്രോഗ്രാം, അല്ലെങ്കിൽ ഈ 2 വീക്സത്തെ പ്രോഗ്രാം എങ്ങനെയായിരുന്നു? നല്ല പ്രോഗ്രാമായിരുന്നു. എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഇന്ത്യൻ്റെ പുറത്ത് വന്നിട്ട്. അപ്പം ഭയങ്കര എന്താ പറയുക, സാറ്റിസ്ഫൈഡ് ആണ് ക്ലാസ്സസ് കഴിഞ്ഞപ്പോൾ. അൽഹംദുലില്ലാ ഹാപ്പിയാണ്. അപ്പോൾ സിംബ റിസർച്ച് സ്കൂൾ എന്ന് പറഞ്ഞ പരിപാടിയിലേക്കാണ് നിങ്ങൾ വന്നത്. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്താ? സിംബ എന്ന് പറയുന്നത് പ്യുവർ ആൻഡ് അപ്ലൈഡ് മാത്സിൻ്റെ ഒരു ഇൻ്റർനാഷണൽ സെൻറ്ററാണ്, ഫ്രാൻസിലാണുള്ളത്. അപ്പം ഇവർ എല്ലാ വർഷവും ഒരു 20ഓളം റിസർച്ച് സ്കൂൾസ് ഡെവലപ്പിംഗ് കൺട്രീസിൽ നടത്താറുണ്ട്. അപ്പോൾ 2020 ഒരു റിസർച്ച് സ്കൂളാണ് ഇപ്പം ഇവിടെ യൂണിവേഴ്സിറ്റി ഇവിടെ വെച്ച് നടന്നത്. കഴിഞ്ഞ വർഷം ഇവിടെ വെച്ചായിരുന്നു അറിയാം. അപ്പോൾ ഇതിൽ പിന്നെ ആർക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇത് ഇപ്പോൾ എൻ്റെ കൂടെ പാർട്ടിസിപ്പൻസ് ആയിട്ട് അണ്ടർ ഗ്രാഡ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ്സും പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും പാസ് ഔട്ട് ആയവരും പിന്നെ PhD സ്റ്റുഡൻസും പോസ്റ്റ് ഡോക്സ് ഉണ്ടായിരുന്നു, പിന്നെ ലെക്ചറേഴ്സും ഉണ്ടായിരുന്നു. അപ്പം അണ്ടർ ഗ്രാഡ്സ് മുതൽ ലെക്ചറേഴ്സ് വരെയുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. നേരത്തെ പറയാൻ വിട്ടുപോയി, PhD സ്കോളറാണ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ. അപ്പം PhDക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നോ? കുറച്ച് പേര് PhD ആയിരുന്നു. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർ കുറച്ച് പേരുണ്ടായിരുന്നു. പോസ്റ്റ് ഡോക്ക് വളരെ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ പലർക്കും ഈ ഒരു സിംബ റിസർച്ച് സ്കൂൾ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കേൾക്കുന്ന ആളായിരിക്കും ഒരുപാട് ആളുകൾ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റിയത്? നേരത്തെ ഞാൻ ഫണ്ടഡ് ആയിട്ടുള്ള റിസർച്ച് സ്കൂൾസ് അല്ലെങ്കിൽ വർക്ക്ഷോപ്സ് എബ്രോഡ് ഉള്ളത് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ്. എനിക്ക് സിംബയെ കുറിച്ച് മുന്നേ അറിയില്ലായിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത് ഇവർ ഒരുപാട് വർഷങ്ങളായിട്ട് എല്ലാ വർഷവും എന്നുവെച്ചാൽ ഓരോ വർഷവും 20ഓളം റിസർച്ച് സ്കൂൾസ് നടത്തുന്നുണ്ടെന്ന്. അതും ഫണ്ടിങ് ഉറപ്പില്ലായിരുന്നു, പക്ഷേ നമുക്ക് എന്താ പറയുക, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്ലൈ ചെയ്ത് നോക്കി. അപ്പം അവർ കുറച്ച് പാർട്ടിസിപ്പൻസ് ഫുള്ളി ഫണ്ടഡ് ആയിട്ട് വന്നു, കുറച്ച് പേർക്ക് പാർഷ്യൽ ഫണ്ടിങ് ആണ് കിട്ടിയത്, ചിലർക്ക് ഒട്ടും ഫണ്ടിങ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് കൺട്രി ബേസ്ഡ് ആണ് അവർ കൊടുത്തതെന്ന്. കാരണം ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ 4 പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു, 4 പേർക്കും ഒരേ ടൈപ്പ് ഫണ്ടിങ്ങാണ് കിട്ടിയത്. അതുപോലെ വേറെ ഫണ്ടിങ് കിട്ടിയിട്ടില്ല അല്ല, ഞങ്ങൾക്ക് ഇവിടെ ഫുൾ ബോർഡ് അക്കോമഡേഷനുള്ള ഗ്രാൻഡ് കിട്ടി, ട്രാവൽ അലവൻസ് കിട്ടിയിട്ടില്ല. ട്രാവൽ അലവൻസ് അല്ലാത്ത മറ്റെല്ലാ ചെലവുകളും അവരാണ് നോക്കിയത്. ഏതൊക്കെ രാജ്യക്കാരായിരുന്നു പ്രധാനമായിട്ട് ഇതിൽ പങ്കെടുത്ത ആളുകൾ? ഇതിൽ വിയറ്റ്നാം, തായ്ലൻഡ്, ഫിലിപ്പീൻസ്, പിന്നെ ഇവിടുത്തെ ലോക്കൽ പാർട്ടിസിപ്പൻസ് ഇന്തോനേഷ്യൻസ്. ഇതായിരുന്നു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് എന്നുള്ളവർ. പിന്നെ ഇന്ത്യൻസ് ഉണ്ടായിരുന്നു, പിന്നെ ക്രൊയേഷ്യയിൽ നിന്ന് ഒരാൾ, തുർക്കിയിൽ നിന്ന് ഒരാൾ, US, തുനീഷ്യ, ഇത്രയും രാജ്യങ്ങളിൽ നിന്ന് പുറത്തുനിന്നുള്ളൂ. ബാക്കി മെജോറിറ്റി പാർട്ടിസിപ്പൻസും ഏഷ്യൻ കൺട്രീസിലുള്ളവരാണ്. ഇതിൻ്റെ സെലക്ഷൻ രീതി എങ്ങനെ? സെലക്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പം നമുക്ക് എന്തുകൊണ്ടാണ് ഈ വിഷയം, ഇതിപ്പോൾ ഒരു ടോപ്പിക് ബേസ്ഡ് ആണല്ലോ. അപ്പം ഈ 20 സ്കൂൾ നടക്കുമ്പോഴും ഓരോന്നിനും ഓരോ ടോപ്പിക് ഉണ്ടായിരിക്കും. ഇപ്പം നമ്മളെ ടോപ്പിക് ഗ്രൂപ്പ് ആക്ഷൻസ് ഇൻ അരിത്മെറ്റിക് ആൻഡ് ജോമെട്രി എന്നായിരുന്നു. അപ്പം ആ ടോപ്പിക്കിൽ നമ്മൾ റിസർച്ച് സ്കൂളിന് അപ്ലൈ ചെയ്യുമ്പം അതിൽ നമ്മളെ ഇൻട്രസ്റ്റ് എന്തുകൊണ്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിന് എന്തുകൊണ്ടാണ് നമുക്ക് താല്പര്യം ഇതിന് അപ്ലൈ ചെയ്യാൻ, നമ്മളെ വർക്കുമായിട്ട് എന്തൊക്കെ റെലവൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ എന്താ നമ്മളെ പ്ലാന്, പഠനം ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പം അണ്ടർ ഗ്രാഡ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഭാവിയിൽ ഇതിൽ റിസർച്ച് ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും എന്താ പറയുക, ഇപ്പോൾ മാസ്റ്റേഴ്സിനാണെങ്കിൽ മാസ്റ്റേഴ്സ് തീസിസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർ അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ളതിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓരോ റീസൺ എഴുതിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചാണ് അപ്ലൈ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചെല്ലാം ചോദിക്കും. അതെ, ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ റെക്കമെൻഡേഷൻ ലെറ്റർ, അതെ, 2 ഫാക്കൽറ്റീസിൻ്റെ റെക്കമെൻഡേഷൻ ലെറ്റർ എല്ലാവരും സബ്മിറ്റ് ചെയ്യണമായിരുന്നു. അപ്പം അതും കൂടെ പരിഗണിക്കാണ്. പിന്നെ CV അറ്റാച്ച് ചെയ്യണമായിരുന്നു. അത്രയും കാര്യങ്ങളായിരുന്നു. അപ്പോൾ
ഇപ്പോൾ 14 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞു അല്ലേ? അതെ, 14 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞു. എങ്ങനെയായിരുന്നു 14 ദിവസത്തെ എക്സ്പീരിയൻസ് ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം? ഞാൻ ആദ്യമായിട്ടാണ് ഇന്ത്യൻ്റെ പുറത്ത് ഇതുപോലൊരു റിസർച്ച് സ്കൂൾ അറ്റൻഡ് ചെയ്യുന്നത്. മുന്നേ അറ്റൻഡ് ചെയ്ത വർക്ക്ഷോപ്പായാലും ട്രെയിനിങ് പ്രോഗ്രാംസൊക്കെ ഇന്ത്യനകത്ത് തന്നെയായിരുന്നു. അപ്പോൾ നമ്മളെ പഠിപ്പിച്ചിരുന്നതും ഇന്ത്യയിലെ പ്രൊഫസേഴ്സായിരുന്നു. പക്ഷേ ഇവിടെ എന്നുവെച്ചാൽ പുറത്തുനിന്നുള്ള ഫോറിൻ ലെക്ചറേഴ്സൊക്കെ ഇടയ്ക്ക് സെമിനാർ 1 or 2 days സെമിനാർസ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവാറുണ്ട്. അതിൽ കൂടുതൽ നമ്മൾ അവരുടെ ഒരു എന്താ പറയുക 2 ആഴ്ചത്തെ ഒന്നും ക്ലാസ് ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം അത് ഭയങ്കര ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു, ഭയങ്കര നല്ല ക്ലാസ് ആയിരുന്നു. പലരും മിക്ക പ്രൊഫസേഴ്സിൻ്റെയും ഭയങ്കര നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മളെ സിലബസുമായിട്ട് മാച്ചിങ് ആണോ? അതെ, മാച്ചിങ് ആണ്. ക്ലാസ് അത്ര ബുദ്ധിമുട്ടല്ലായിരുന്നു. സിലബസ് ഒക്കെ നേരത്തെ ഏകദേശം അവർ ആദ്യം നമുക്ക് 6 ഈ ഒരു മെയിൻ ടോപ്പിക്കിൻ്റെ കീഴിൽ തന്നെ 6 സബ്ജക്ട്സിലായിരുന്നു ക്ലാസ് എടുത്തിരുന്നത്. 6 ഏരിയാസ് എന്ന് പറയാം. അപ്പം അത് ഏതൊക്കെയാണ് 6 ഏതാണെന്നും ആരൊക്കെയാണ് അത് പഠിപ്പിക്കുന്നതെന്നും ആദ്യം പറഞ്ഞിരുന്നു. പിന്നെ ഇത് തുടങ്ങുന്നതിൻ്റെ ഒരു 2 ആഴ്ച മുൻപ് അവർ വെബ്സൈറ്റിൽ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽഡ് സിലബസ് എന്താണെന്നുള്ളത് ഈ 6 ഡീറ്റെയിൽഡ് സിലബസും അവർ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ട റെഫറൻസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊരു പകുതിയിലധികം നമ്മൾ മുന്നേ പഠിച്ചതിൻ്റെ ഒരു റിവിഷൻ പോലെയായിരുന്നു. ബാക്കി പകുതി കുറച്ച് അഡ്വാൻസ്ഡ് ആയിരുന്നു. ലാസ്റ്റത്തെ 2 ക്ലാസ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുവരെയൊക്കെ കുഴപ്പമില്ല. അതെ. പിന്നെ അവരുടെ ആ വേ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് അടിപൊളി ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായി. ക്ലാസ്സിൻ്റെ സമയം രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:50 വരെ ആയിരുന്നു. പിന്നെ ഇവിടെ ഫ്രൈഡേ പ്രെയറൊക്കെ കറക്റ്റ് ഉള്ളതുകൊണ്ട്, മസ്ജിദൊക്കെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഉള്ളതുകൊണ്ട് ഫ്രൈഡേ 3:30 വരെ ഉണ്ടായിരുന്നുള്ളൂ. അത് ലഞ്ച് ടൈമൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലെന്ന് പറഞ്ഞാൽ ലെക്ചേഴ്സ് മാത്രമല്ല, നമുക്ക് ട്രെയിനിങ് സെഷൻ എന്ന് പറഞ്ഞിട്ട് എല്ലാ സബ്ജക്റ്റിൻ്റെയും ട്രെയിനിങ് സെഷൻസും ഉണ്ടായിരുന്നു. ഡെയിലി കുറച്ച് സമയം ട്രെയിനിങ് സെഷൻസ് എന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മൾ എക്സസൈസിൽ അവർ ക്വസ്റ്റ്യൻസ് തരും ആദ്യം, എന്നിട്ട് അതിന് സോൾവ് ചെയ്യുക. അപ്പം ഫാക്കൽറ്റീസ് അവിടെ ഉണ്ടാവും. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഏത് പ്രൊഫസറാണെങ്കിലും വിളിച്ച് ഡൗട്ട്. എല്ലാ ക്ലാസ്സും 40 minutes ആയിരുന്നു, അതിൽ കൂടുതലില്ലായിരുന്നു. ബ്രേക്ക് ടൈം ഉണ്ടായിരുന്നു. രാവിലെ ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക് വേറൊരു ബ്രേക്ക് ഉണ്ട്, ലഞ്ച് ബ്രേക്ക് ഉണ്ട്, പിന്നെ ടീ ബ്രേക്ക്. അപ്പോൾ എങ്ങനെ ടീ ബ്രേക്ക്, സ്നാക്സ്, അതുപോലെ ഭക്ഷണം? നല്ല ഭക്ഷണമായിരുന്നു. ഇവിടുത്തെ കുറേ ഫ്രൂട്ട്സൊക്കെ തരുമായിരുന്നു. ന്യൂട്രീഷ്യസ് സാധനങ്ങളായിരുന്നു. ഭക്ഷണവും നമ്മളെ അതായത് ഇന്തോനേഷ്യൻ ഭക്ഷണമാണോ അല്ലെങ്കിൽ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഭക്ഷണമാണോ? ഇന്തോനേഷ്യൻ ഫുഡ് തന്നെയാണ്. പിന്നെ നമ്മൾ പുറത്ത് പോകുമ്പം കഴിക്കുന്നത് കുറച്ചുകൂടി സ്പൈസി ആയിട്ട് ലോക്കൽ ഫുഡും ഇതും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷേ ഇന്തോനേഷ്യൻ ഫുഡ് തന്നെയാണ് അതിൻ്റെ ഒരു. പക്ഷേ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റും തോന്നുന്നു. ഞാനൊരു ദിവസം കഴിച്ചിട്ടുണ്ട്, അപ്പം കുഴപ്പമില്ല. ഫുഡും അക്കോമഡേഷനും നല്ല ഗ്രാൻഡായിരുന്നു. ഹോട്ടൽ അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും മീറ്റൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇടയ്ക്ക് ബീഫ്, ചിക്കൻ, ഫിഷ് ഇതൊക്കെ ഇങ്ങനെ മാറി മാറി ഇടയ്ക്ക് ഇത് 3 ഒരുമിച്ച് അടിപൊളി, ഭയങ്കര അടിപൊളി ഭക്ഷണമായിരുന്നു. പിന്നെ ആ ടേസ്റ്റ്, ഇവിടുത്തെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ശീലിച്ചൊരു ടേസ്റ്റ് അല്ല, പക്ഷെ ഗ്രാൻഡ് ആയിരുന്നു. പിന്നെ താമസം എങ്ങനെയാണ്? അക്കോമഡേഷൻ താമസം വിസ്മ ഉഗേം എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ, അത് ഇവരുടെ തന്നെയാണ്, യൂണിവേഴ്സിറ്റിന്റെ കീഴിൽ തന്നെ യൂണിവേഴ്സിറ്റിന്റെ തന്നെ ഹോട്ടലാണ്. അവിടെ ആയിരുന്നു നമുക്ക് താമസം. അത് ഇതുപോലെ അക്കാഡമിക് പർപ്പസിന് വരുന്ന യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നവർക്ക് താമസിക്കാനുള്ള ഹോട്ടലാണ്. അപ്പോൾ അവിടെ യൂണിവേഴ്സിറ്റിന്റെ ഉള്ളിലാണോ അല്ലെങ്കിൽ പുറത്താണോ? പുറത്താണ്. അടുത്ത് തന്നെയാണ്, 1 കിലോമീറ്ററോളം നടക്കാനേ ഉള്ളൂ. അപ്പം നമുക്ക് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും അവിടെ നിന്നായിരുന്നു, ലഞ്ച് ഇവിടെയായിരുന്നു. അതുപോലെ ഇപ്പോൾ ഈ ഒരു ഗജാമാത യൂണിവേഴ്സിറ്റിയിൽ 2 ആഴ്ച താമസിച്ചു, പഠിച്ചു. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? നമ്മുടെ നാട്ടിലെ യൂണിവേഴ്സിറ്റി, ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലാണ്. ഈ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ആയിട്ട് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പം എന്താ ഫീൽ ചെയ്യുന്നത് ഇവിടുത്തെ കുറിച്ച്? യൂണിവേഴ്സിറ്റി ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടില്ലല്ലോ. നമുക്ക് ക്ലാസ് എടുത്തതൊക്കെ വേറെ പുറത്തുനിന്ന് വരുന്ന ഫാക്കൽറ്റീസാണ്, പ്രൊഫസേഴ്സാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു ക്ലാസ് എങ്ങനെയാണെന്നൊന്നും പറയാൻ എനിക്കറിയില്ല. പക്ഷേ നല്ല ക്യാമ്പസാണ്, അടിപൊളിയാണ്. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണാമല്ലോ. പിന്നെ
ഭയങ്കര ക്ലീനാണ്. അത് ഈ നാടിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി. ഇന്തോനേഷ്യ മുഴുവൻ അങ്ങനെയാണോന്ന് അറിയില്ല, പക്ഷേ ഈ യോഗ്യകർത്ത ജോഗ്ജ എന്ന് പറയും, ഇവിടെ ഭയങ്കര ക്ലീനാണ്. അതുപോലെ തന്നെ ക്യാമ്പസിനകത്തും. പിന്നെ ലൈബ്രറിയിൽ വെച്ചിട്ടായിരുന്നു നമുക്ക് ക്ലാസ് നടന്നിരുന്നത്, സെമിനാർ ഹാളിൽ, ലൈബ്രറിയിൽ. അവിടെയും നല്ല കംഫർട്ടബിൾ ആയിരുന്നു. അത് ഇനി നമ്മൾ പുറത്തുനിന്ന് വന്നവർക്കായതുകൊണ്ട് അവർ കൂടുതൽ നല്ല രീതിയിൽ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി എങ്ങനെയാണ് ക്ലാസ്സിൽ വന്ന പാർട്ടിസിപ്പൻസ് എങ്ങനെയായിരുന്നു? എല്ലാവരും പാർട്ടിസിപ്പൻസ് തമ്മിൽ കോപ്പറേഷൻ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെ? കമ്മ്യൂണിക്കേഷൻ ഒന്നും എല്ലാവരും ഭയങ്കര കൂട്ടായിരുന്നു. നമ്മൾ ഇവിടെ വീക്കെൻഡ്സിലൊക്കെ പുറത്തു പോവുകയും അതായത് ഈ പ്രോഗ്രാമിൽ എന്തെങ്കിലും അതുപോലത്തെ ഔട്ടിംഗ് ഉണ്ടോ, നിങ്ങളെ ടൂറോ അല്ലെങ്കിൽ? അതെ, നമ്മൾ ഇവിടുന്ന് സാറ്റർഡേ പുറത്ത് കൊണ്ടുപോയിരുന്നു. സാംബിസാരി ടെമ്പിൾ, ഫ്ലവേഴ്സ് ആൻഡ് ടെമ്പിൾ, അങ്ങനെ ഒരു 3 സ്ഥലത്ത് കൊണ്ടുപോയിരുന്നു. പിന്നെ അന്ന് ഡിന്നറും ഉണ്ടായിരുന്നു, ലഞ്ചും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ വേറൊരു ദിവസം ഇവിടെ ഒരു രാമായണ ബാലെ നടക്കുന്നുണ്ട്, അപ്പം അവിടേക്ക് കൊണ്ടുപോയിരുന്നു. പിന്നെ അന്ന് ഡിന്നറും ഉണ്ടായിരുന്നു. അങ്ങനെ 2 ദിവസം നമ്മൾ പുറത്ത് കൊണ്ടുപോയി. ഇവിടെ തന്നെ സിംബ ഓർഗനൈസേഴ്സ്, ലോക്കൽ കോർഡിനേറ്റേഴ്സ്. പിന്നെ അതുപോലെ നമ്മൾ സൺഡേ ഫ്രീ ആയിരുന്നു. പിന്നെ വെനസ്ഡേ ആഫ്റ്റർനൂൺസ് ഫ്രീ ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പുറത്തൊക്കെ പോയി. അപ്പോൾ നമ്മളെ കൂടെ നമ്മളെ ഇവർ തന്നെ നമ്മളെ പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഒരുമിച്ച് പോയി. എല്ലാവരും ഭയങ്കര കൂട്ടാണ്. പിന്നെ ക്ലാസ്സിലാണെങ്കിലും ഡിസ്കഷനും ഇപ്പോൾ ഈ ട്രെയിനിങ് സെഷൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരുമിച്ചായിരിക്കും എല്ലാവരും. ട്രെയിനിങ് സെഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ചെയ്യലായിരിക്കില്ല, നമ്മൾ ഫ്രണ്ട്സ് തമ്മിൽ ഡിസ്കസ് ചെയ്യുക, അങ്ങനെയായിരുന്നു. അങ്ങനെ എല്ലാവരും നല്ല കോപ്പറേഷനായിരുന്നു. ഓക്കെ. ഈ സിംബ പ്രോഗ്രാം എന്ന് പറയുന്നത് കംപ്ലീറ്റ് മാത്തമാറ്റിക്സ് പഠിക്കുന്ന ആളുകൾക്ക് മാത്രമല്ലേ? അതെ, ഈ സിംബ സ്കൂൾസ്, ഈ സിംബ എന്ന് പറയുന്നത് പ്യുവർ ആൻഡ് അപ്ലൈഡ് മാത്സിന്റെ സെന്റർ ആണല്ലോ. അവർ നടത്തുന്ന എല്ലാ മാത്സ് സ്കൂൾസ്, പിന്നെ അവർക്ക് തന്നെ വേറെ ഉണ്ട് സിംബ കോഴ്സസ്, സിംബ ഫെലോഷിപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ പരിപാടികളൊക്കെ ഉണ്ട്. എല്ലാം മാത്സിന്റെ മാത്രമാണ്. ഈ ഒരു പ്രോഗ്രാമിൽ വന്ന പ്രൊഫസേഴ്സ് ഒക്കെ എവിടെ നിന്നുള്ള പ്രൊഫസേഴ്സ് ആയിരുന്നു? നമുക്ക് ഇന്തോനേഷ്യ, ഫ്രാൻസ്, ഇറ്റലി, നെതർലാൻഡ്സ്, ഈ 4 സ്ഥലത്തു നിന്നായിരുന്നു പ്രൊഫസേഴ്സ്. 6 സബ്ജക്റ്റിന് മൊത്തം 12 പ്രൊഫസേഴ്സ് ആയിരുന്നു. അതിൽ 3 പേരാണ് ഇന്തോനേഷ്യയിൽ നിന്നുള്ളവർ, ബാക്കിയുള്ളവർ ഈ മറ്റു 3 രാജ്യങ്ങളിൽ നിന്നുള്ളവർ. അപ്പോൾ 2 വീക്സിൽ ഇവർ മാറി മാറി എടുത്തോണ്ടിരിക്കും അല്ലേ? അതെ, ഓരോ സബ്ജക്റ്റിൻ്റെയും പകുതി ഒരു പ്രൊഫസർ എടുക്കും, മറ്റേ പകുതി മറ്റാണ്. അപ്പോൾ ഇതുപോലെ സിംബ പ്രോഗ്രാമിനൊക്കെ പങ്കെടുക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവരെങ്ങനെ ഇത് അപ്ലൈ ചെയ്ത് തുടങ്ങണം? ഇത് ജസ്റ്റ് സിംബൻ്റെ വെബ്സൈറ്റിൽ പോവുക. അതിൽ സിംബ സ്കൂൾസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ തന്നെ 2020 ലിസ്റ്റ് എടുക്കുക. അതിലിപ്പോൾ ഇതിപ്പോൾ ഫെബ്രുവരിയിൽ നടന്ന സ്കൂളാണ്. അത് ഞങ്ങൾ കുറച്ച് മാസം മുന്നെയാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ ബാക്കി സ്കൂളുകളുടെ ഈ വർഷത്തെ തന്നെ ആപ്ലിക്കേഷൻസ് ഇപ്പോഴും ഓപ്പൺ ആണ്. അതുപോലെ കുറച്ച് കഴിയുമ്പോൾ 2021 ഓപ്പൺ ആവും. അപ്പം അതിൽ ആ വെബ്സൈറ്റിൽ പോയിട്ട് സിംബ സ്കൂൾസിൻ്റെ ഏതാണ് സ്കൂൾ ഏത് ടോപ്പിക്കിലാണ് അറ്റൻഡ് ചെയ്യേണ്ടത് അതിൽ അതിൻ്റെ ലോക്കൽ വെബ്സൈറ്റ് ഉണ്ടായിരിക്കും. ഇപ്പം ഈ യൂണിവേഴ്സിറ്റി വെച്ചിട്ടാണല്ലോ, ഇവിടെ ഈ യൂണിവേഴ്സിറ്റി ഗജാമത യൂണിവേഴ്സിറ്റിയിൽ വെച്ചാണല്ലോ നടന്നത് നമ്മുടെ. അപ്പോൾ ഇതിൻ്റെ ലോക്കൽ വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. അതുപോലെ ഓരോന്നിൻ്റെയും ലോക്കൽ വെബ്സൈറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ സിംബ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഫുഡ് അക്കോമഡേഷനുള്ള ഫണ്ടിങ് കിട്ടിയത്. അപ്പോൾ അതും കൂടെ ചെയ്യണം. അപ്പോൾ 2 ആപ്ലിക്കേഷൻ. ആദ്യം മറ്റത് കഴിഞ്ഞിട്ടാണോ, സെലക്ഷൻ കിട്ടിയതിന് ശേഷമായിരിക്കോ ഫണ്ടിങ്ങിൻ്റെ കാര്യം ചെയ്യേണ്ടത്? അല്ല, രണ്ടും ഒരുമിച്ച് അപ്ലൈ ചെയ്ത് വെക്കണമായിരുന്നു. രണ്ടിനും ഡിഫറെൻറ്റ് ഡേറ്റ്സ് ഉണ്ടായിരുന്നു, പക്ഷേ രണ്ടും നമ്മൾ സെലക്ഷൻ അറിയുന്നതിൻ്റെ മുൻപ് തന്നെ അപ്ലൈ ചെയ്യണമായിരുന്നു. ഇതിലിപ്പോൾ എത്ര പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു നിങ്ങളെ ഈ പ്രോഗ്രാമിൽ? 60ഓളം പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ 35ഓളം പാർട്ടിസിപ്പൻസ് എനിക്ക് തോന്നുന്നു ഇന്തോനേഷ്യൻ പാർട്ടിസിപ്പൻസ് തന്നെയായിരുന്നു. അവർ കൂടുതലും ഇവിടുത്തെ കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇൻ്റർനാഷണൽ പാർട്ടിസിപ്പൻസ് അറൗണ്ട് 25 ആയിരുന്നു. ഈ കറക്റ്റ് നമ്പർ അറിയില്ല, അറൗണ്ട് 25 ഇൻ്റർനാഷണൽ പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തായാലും വളരെ നന്ദി നമ്മളോട് സഹകരിച്ചതിന്. നമ്മളെ നാടൻ ബ്ലോഗിൻ്റെ ഒക്കെ പ്രത്യേക ആശംസ അറിയിക്കുകയാണ്. അതുപോലെ എല്ലാവിധ ഭാവുകങ്ങളും നേരെയാണ്. ഭാവിയിൽ ഇതുപോലെ ഇനിയും ഒരുപാട് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കട്ടെ. അപ്പോഴേ എനിക്കും പറ്റുള്ളൂ ഒരുപാട് വീഡിയോ ചെയ്യാൻ, ഒരുപാട് സ്ഥലത്ത് പോകാനും. എന്തായാലും വളരെ നന്ദി.
one is Aristeo Amesia. This Carlo Francisco Egames Adeja. Gary Chua. Jiboy Almarazi. John Lawrence Fabri. Thank you very much, Professor Peter Stephenhagen and all participants from India and Vietnam.